പോരാളി അധ്യായം 9. തിരുവനന്തപുരം. മുൻ DGP മുകുന്ദൻ മേനോന്റെ വീട്. രാവിലെയും അവിടെ പോലീസുകാർ ഏറെയുണ്ടായിരുന്നു. പത്രക്കാരും മറ്റും ഇപ്പോഴും അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞ് രാവിലെ മുകുന്ദൻ മേനോനെ ഫോണിൽ വിളിച്ച് ധൈര്യം പകർന്നു. ഒന്നും പേടിക്കണ്ടടോ, പോരെങ്കിൽ ഇന്ന് തന്നെ ജയശങ്കർ അങ്ങെത്തുകയും ചെയ്യുമല്ലോ. എനിക്ക് തലവേദന കൂടുമെങ്കിലും തനിക്കും ഫാമിലിക്കും അത് കുറെ ആശ്വാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കോട്ടയത്ത് അങ്ങനെയൊരു പ്രശ്നമുണ്ടായതുകൊണ്ട് ആ കാരണം തന്നെ പറഞ്ഞ് അവനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ കഴിഞ്ഞു. പാർട്ടിക്കാർക്കും തൃപ്തിയായി. ഞാൻ ഇതുവരെ ഒന്നും അവനോട് പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. നിരഞ്ജനോട് പോലും രാവിലെയാണ് പറഞ്ഞത്. മുകുന്ദൻ മേനോൻ അറിയിച്ചു. അതേതായാലും നന്നായടോ. ഭാഗ്യം കൊണ്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. 2 കോൺസ്റ്റബിൾസിന്റെ ജീവൻ ബലികഴിക്കേണ്ടി വന്നെങ്കിലും അത് പോട്ടെ. അവരുടെ വീട്ടുകാർക്ക് അർഹമായ കോമ്പൻസേഷൻ നൽകുന്നുണ്ട്. അതുപോലെയല്ലല്ലോ തന്റെ ജീവൻ. ഞാൻ ആഭ്യന്തരമന്ത്രിയെ ഇവിടെ ഇരിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അല്ല. എന്നാലും വേണ്ടടോ, താനൊന്നും പറയണ്ട. എന്താണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. പോലീസുകാരാണെങ്കിലും അവരുടെ ജീവനും വിലപ്പെട്ടതാണ്. ഞാൻ നിർത്തുകയാ. ബൈ ദ ബൈ, തന്റെ അനുദ്രവൻ വരുമ്പോൾ ഒരു കാര്യം മാത്രം മറക്കാതെ പറയണം. പ്രതിപക്ഷക്കാർ വാക്കൌട്ട് നടത്താൻ മാത്രം അയാളൊന്നും ചെയ്യരുതെന്ന്. കൈ തരിക്കുമ്പോൾ വല്ല പോക്കറ്റടിക്കാരെയും പിടിച്ച് നാലങ്ങ് പൂശിയേക്കാൻ മുകുന്ദൻ മേനോൻ മറുപടി പറയും മുമ്പ് മന്ത്രി പിന്നെയും പറഞ്ഞു, ശരി, അപ്പോൾ പിന്നെ വിളിക്കാം. അപ്പുറത്ത് ഫോൺ കട്ടായി. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുകുന്ദൻ മേനോൻ ഫോൺ വെച്ചു. മന്ത്രി പറഞ്ഞതുപോലെ ജയശങ്കർ ഇവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ മേനോന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. സീനിയർ ഓഫീസർ എന്നോ ജൂനിയർ എന്നോ യാതൊരു നോട്ടവും ഇല്ലാത്തവനാണ് ജയശങ്കർ. ധിക്കാരിയാണെങ്കിലും അവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്നതാണ് ഏക ആശ്വാസം. പക്ഷേ ഒന്ന് മേനോന് ഉറപ്പുണ്ട്. ജയശങ്കർ വന്നു കഴിഞ്ഞാൽ തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുക എന്നതിലുപരി റെഡ് വോൾഫിന്റെ അന്ത്യമായിരിക്കും. അദ്ദേഹം എണീറ്റു. മുകുന്ദൻ മേനോന്റെ വീട്ടിലും അപ്പോൾ ഒരാളെ മാത്രം പ്രതീക്ഷിച്ച് പൂജ ഇരിക്കുകയായിരുന്നു, SP ജയശങ്കറെ. എത്ര നാളായി കണ്ടിട്ട്. ഫോണിലൂടെ ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ടെങ്കിലും കാക്കിക്കുള്ളിലെ ആ ധിക്കാരിയെ കാണുന്നതും അയാളോടൊത്ത് സമയം ചെലവഴിക്കുന്നതും ഒരു സുഖമാണ്. പൂജ ഓർത്തു. ഇന്ന് ഏത് സമയത്തും വന്നേക്കാം. അതുകൊണ്ട് തന്നെ അവൾ ലീവ് എടുത്തു. മേനോന്റെ വീട്ടിലെ തിരക്കൊഴിയുകയായിരുന്നെങ്കിലും രാത്രിയേറ്റ ആഘാതത്തിൽ നിന്നും ആരും മോചിതരായിരുന്നില്ല. ഡോക്ടർ രഘുനന്ദനും നീലിമയും മറ്റും വിവരമറിഞ്ഞ് രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമയമിഴഞ്ഞു. 11 മണി. തലസ്ഥാന നഗരിയിലെ റോഡുകളുടെ മാറിടം ചതച്ചുകൊണ്ട് അലറി കുതിക്കുകയായിരുന്നു ആ മാരുതി ജിപ്സി. അതിന് മുകളിൽ ചുവന്ന സിഗ്നൽ ലൈറ്റ് വല്ലാത്ത ശബ്ദത്തിൽ മുരണ്ടു. ട്രാഫിക് പോലീസുകാർ അറ്റൻഷനായി. ഓരോ വാഹനത്തെയും അതിവിദഗ്ധമായി വെട്ടിയൊഴിഞ്ഞ് ജിപ്സി മുന്നോട്ട്. കാൽനട യാത്രക്കാർ ഞെട്ടിത്തിരിഞ്ഞു. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ അമർന്നിരുന്നു ആ ധിക്കാരി. അയാൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ നേരമുണ്ടായിരുന്നില്ല. ലക്ഷ്യം ഒന്ന് മാത്രം. തലസ്ഥാനത്തെ മൊബൈൽ ഫോണുകൾ തുരുതുരെ ശബ്ദിച്ചു. അയാളെത്തി. ചാർജ് എടുത്തു. വിടരുതവനെ. സായാഹ്ന പത്രങ്ങളിൽ 8 കോളം വാർത്തയാവണം. പക്ഷേ അപ്പോഴേക്കും SP ജയശങ്കർ മുൻ DGP മുകുന്ദൻ മേനോന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. ഗേറ്റിലുണ്ടായിരുന്ന പോലീസുകാർ ധൃതിയിൽ അറ്റൻഷനായി. ജിപ്സി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പാഞ്ഞു കയറി. ടയറുകൾ ഞെരിഞ്ഞമർന്നു നിന്നു. ആ ശബ്ദം അകത്തെ മുറിയിൽ ഇരുന്നവർ വരെ കേട്ടു. അവനെത്തി. മുകുന്ദൻ മേനോൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. ഡോക്ടർ രഘുനന്ദനും അരുന്ധതിയും അദ്ദേഹത്തെ നോക്കി. അതവൻ തന്നെയാ, ജയശങ്കർ. അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്ക്. മൊസൈക്ക് തറയിൽ കനത്ത കാലടികളുടെ ശബ്ദം കേട്ടു. ജയശങ്കർ. 2ാം നിലയിലായിരുന്ന പൂജ ഓടിയെത്തിയപ്പോഴേക്കും അയാൾ വിസിറ്റിംഗ് റൂമിലെത്തിയിരുന്നു. അവളെ കണ്ട് അയാൾ നിന്നു. ഗൗരവപൂർണമായിരുന്നു മുഖം. മുൻ DGP മുകുന്ദൻ മേനോന്റെ വീടല്ലേ? അയാൾ തിരക്കി. അതെ. അവൾ ശബ്ദം കഴിവതും നീട്ടി ആദരവോടെ പറയുന്നതായി ഭാവിച്ചു. എനിക്ക് അദ്ദേഹത്തെ കാണണം. സാറിങ്ങനെ ധൃതി പിടിക്കാതെ. അങ്ങയുടെ ആഗമനം ഏതു നിമിഷവും ഉണ്ടാകുമെന്നറിഞ്ഞ് മുൻകൂറായി തലവേദന ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആ മഹാനുഭാവൻ. പൂജ ചിരിച്ചു. ജയശങ്കർ മറുപടി പറയാൻ ഭാവിച്ചപ്പോഴേക്കും അകത്തെ വാതിൽക്കൽ മേനോനെത്തി. ജയൻ, നീ എപ്പോഴെത്തി? തലസ്ഥാനത്തെത്തി. ജോയിൻ ചെയ്തിട്ട് അരമണിക്കൂർ. അയാൾ അറ്റൻഷനായി. I am ജയശങ്കർ IPS. എനിക്ക് താങ്കളിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനുണ്ട്. എന്താടാ നീ ഇങ്ങനെ? അങ്ങോട്ട് വന്ന അരുന്ധതി തിരക്കി. സോറി മാഡം, ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചോട്ടെ. അയാൾ പറയുന്നത് കേട്ടപ്പോൾ അരുന്ധതി മാത്രമല്ല പൂജയും നെറ്റിച്ചുളിച്ചു. ഒരു പോലീസ് ഓഫീസറെ എടാ പോടാന്ന് വിളിക്കാനുള്ള അധികാരം മേഡത്തിന് ആര് തന്നു? ഒരു പക്ഷേ ഞാനുമായി അകന്ന ബന്ധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയൊക്കെ നടന്നപ്പോഴെങ്കിലും എന്നെ ഒന്ന് അറിയിച്ചേനെ. എല്ലാവർക്കും കാര്യം മനസ്സിലായി. പരിഭവമാണ്. ജയശങ്കറിന്റെ കണ്ണുകൾ പൂജയിലേക്ക് പാളി വീണു. എന്ത് പത്രപ്രവർത്തകയാടി നീ? എല്ലാം മൂടിവെച്ച് ആരെയും ഒന്നും അറിയിക്കാതിരിക്കുന്നതാണോടി പത്രധർമ്മം? അപ്പോഴേക്കും മേനോൻ ഇടപെട്ടു.
ജയ, ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ ആരും ഒന്നും അറിയിക്കാതിരുന്നത്. എന്തിന്? പൂജയുടെ പത്രത്തിൽ പോലും വാർത്ത വന്നില്ലല്ലോ. ജയശങ്കറിന്റെ കണ്ണുകൾ മുകുന്ദൻ മേനോനിൽ തറഞ്ഞു. നീ ഇരിക്ക്. ജയശങ്കർ ഇരുന്നു. നീലിമ കാപ്പി കൊണ്ടുവന്നു. സൗഹൃദ സംഭാഷണത്തിനിടെ പരിഭവങ്ങൾ മറന്നു. ഉണ്ടായത് മുഴുവൻ മുകുന്ദൻ മേനോൻ തന്നെ ജയശങ്കറോട് പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട അങ്കിൾ. റെഡ് വോൾഫിനെ മുഴുവനെ തുടച്ചു മാറ്റാതെ ഇനി ഞാൻ പിന്നോട്ടില്ല. അയാൾ എണീറ്റു. എങ്ങോട്ടാ നീ? തുടങ്ങുകയാണ് ഞാൻ. കേട്ടപ്പോൾ തന്നെ ആകെ വിചിത്രമായി തോന്നുന്നു. പലതും പരസ്പരം യോജിക്കുന്നില്ല. ജയശങ്കർ ഉദ്ദേശിക്കുന്നത് അവർക്ക് പിടികിട്ടിയില്ല. അയാൾ കൂടുതലൊന്നും വിശദീകരിച്ചുമില്ല. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി. പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഈ നേരത്ത് ഹോം മിനിസ്റ്റർ യൂനുസ് കുഞ്ഞിന്റെ വീടായ സ്മാർട്ട് ഹൗസിൽ നിമിഷങ്ങൾ പോലും നടുങ്ങി നിൽക്കുകയായിരുന്നു. മന്ത്രി ഏതോ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഫോൺ കോൾ എത്തിയത്. ഹോം മിനിസ്റ്റർ യൂനുസ് കുഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടും. റെഡ് വോൾഫാണ് പറയുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം നൽകി. തലസ്ഥാനമിളകി. ഫോണുകൾ നിർത്താതെ ശബ്ദിച്ചു. പോലീസ് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞു. തലസ്ഥാനം കാക്കിയുടെ നിറം കൈക്കൊണ്ടത് പെട്ടെന്നാണ്. പത്രക്കാരും ടിവിക്കാരും മന്ത്രിമന്ദിരത്തിലേക്ക് ഇരച്ചു കയറി. വാർത്തയറിഞ്ഞ മന്ത്രി കിടുങ്ങി വിറച്ചു. എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് അദ്ദേഹം വസതിയിലേക്ക് മടങ്ങി. അധ്യായം 10. ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിന്റെ സ്റ്റേറ്റ് കാർ സ്മാർട്ട് ഹൗസിന്റെ ഗേറ്റ് കടന്നു. റോഡിലെത്തിയപ്പോഴേ തന്റെ വീടും പരിസരവും പോലീസിനെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണെന്ന് യൂനുസ് കുഞ്ഞ് കണ്ടിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും പത്രക്കാരും പോലീസുകാരും ഓടിയെത്തി. സാർ, ഭീഷണിയെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? ഒരു മറുപടി പറയണമെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായി ഒന്നറിയുകയെങ്കിലും വേണ്ടേ? മന്ത്രി ചിരിക്കാൻ ശ്രമിച്ചു. ഏതോ ഒരു ഭീഷണിയുണ്ടെന്ന് മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ മടങ്ങി പോന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാനും ഒന്നറിയട്ടെ. മന്ത്രി അകത്തേക്ക് പോയി. ഫോൺ അറ്റൻഡ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥനുമായി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. അനന്തരം DGP രാഘവ വാര്യരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഈ നേരത്താണ് ജിപ്സി വെട്ടിത്തിരിഞ്ഞ് സ്മാർട്ട് ഹൗസിന് മുന്നിലേക്ക് കയറിയത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് അലർട്ടായി. ജിപ്സിയിൽ നിന്നും SP ജയശങ്കർ ഇറങ്ങി. CI സിദ്ദിഖ് വേഗം അയാളുടെ മുന്നിലെത്തി അറ്റൻഷനായി. എല്ലാം ഭദ്രമല്ലേ സിദ്ദിഖെ? സാർ, ഗുഡ്. നമ്മളറിയാതെ ഒരു ഈച്ച പോലും അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പാടില്ല സാർ. ഞാൻ മിനിസ്റ്ററെ ഒന്ന് കാണട്ടെ. ജയശങ്കർ മുന്നോട്ട് നീങ്ങി. കോളിംഗ് ബെല്ലമർത്തി. PA വാതിൽക്കൽ തലനീട്ടി. വരൂ, മിനിസ്റ്റർ കാത്തിരിക്കുകയാണ്. ജയശങ്കർ അകത്തെത്തി. ഹോം മിനിസ്റ്ററെ സല്യൂട്ട് ചെയ്തു. ജയശങ്കർ. മിനിസ്റ്റർ പുഞ്ചിരിച്ചു. പിന്നെ കസേരയ്ക്ക് നേരെ കൈ ചൂണ്ടി. ടേക്ക് യുവർ സീറ്റ്. ഇവിടെ മുകുന്ദൻ മേനോന്റെ അനന്തിരവനും ഞാനും കൂടി സംസാരിക്കുകയാണ്. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. താങ്ക് യു സാർ. ജയശങ്കർ ഇരുന്നു. തൊപ്പിയെടുത്ത് മടിയിൽ വെച്ചു. PA 2 കപ്പുകളിൽ ചായ കൊണ്ടുവന്ന് വെച്ചു. കഴിക്ക്. മന്ത്രി ഒരു കപ്പെടുത്തു. ജയശങ്കറും. ചായ കഴിക്കുന്നതിനിടയിലാണ് മന്ത്രി കാര്യത്തിലേക്ക് കടന്നത്. തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തലവേദന ഏറുമെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഈ അവസരത്തിൽ താനിങ്ങി വന്നതിൽ ഏറെ ആശ്വാസം കണ്ടെത്തുകയാണ് ഞാൻ. റെഡ് വോൾഫിന്റെ കയ്യിൽ നിന്നും എന്നെയും മുകുന്ദൻ മേനോനെയും മറ്റും രക്ഷിക്കാൻ നിനക്കേ കഴിയുമെന്നും ഞാൻ കരുതുന്നു. ജയശങ്കർ പതിയെ തലയനക്കി. സാർ, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അങ്ങേക്ക് ഒന്നും സംഭവിക്കില്ല. 24 മണിക്കൂറല്ല, 24 വർഷങ്ങൾ കാത്തിരുന്നാലും അവർക്ക് അങ്ങയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. അത്രയും കാലം ഞാൻ അവരെ വെച്ചുകൊണ്ടിരിക്കുകയുമില്ല. മന്ത്രിയുടെ മുഖം തെളിഞ്ഞു. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് ജയശങ്കർ. താങ്ക് യു. ജയശങ്കർ എണീറ്റ് അറ്റൻഷനായി. എനിക്ക് പ്രവർത്തിക്കാൻ ചില വിവരങ്ങൾ കൂടി കിട്ടേണ്ടിയിരിക്കുന്നു സാർ. ഓക്കെ, യു ക്യാൻ ഗോ. ജയശങ്കർ പുറത്തേക്ക് പോയി. അവിടെ പോലീസുകാർ സ്പോട്ട് ലൈറ്റുകൾ പിടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാറ്റിനും മേൽനോട്ടം കൊടുത്തത് CI സിദ്ദിഖും 2 SIമാരുമുണ്ട്. ഒരിക്കൽ കൂടി അവിടേക്ക് ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് ജയശങ്കർ ജിപ്സിയിലേക്ക് കയറി. അപ്പോൾ പൂജയുടെ കൈനറ്റിക് ഹോണ്ട വന്നു നിന്നു. എല്ലാവരും വേണ്ടത്ര ന്യൂസുകൾ കളക്ട് ചെയ്ത ശേഷം മാത്രമാണോ നിങ്ങളുടെ പത്രക്കാർ വരാറുള്ളത്? ജയശങ്കർ തിരക്കി. ആദ്യ ഡ്യൂട്ടി കഴിഞ്ഞതാണ്. ഇവിടെ എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാനായി വന്നതാണ് ഞാൻ. കിട്ടും കിട്ടും. നല്ല കരുത്തുള്ള ആണുങ്ങളുടെ അടുത്തേക്കൊന്നും ഏതായാലും പൊയ്ക്കളയില്ലേ കൊച്ചേ. പൂജ മുഖം വക്രിച്ചു. കൊരങ്ങൻ. ആ ചെല്ല് ചെല്ല്. വല്ലതും വീണ് കിടപ്പുണ്ടെങ്കിൽ പെറുക്കിക്കോ. അയാൾ ജിപ്സി പറത്തിവിട്ടു. മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ആ യാത്ര. അവിടെ പ്രവേശിപ്പിച്ചിരുന്ന റെഡ് വോൾഫിന്റെ അനുയായിയെ കാണണം. ഒരുപാട് കാര്യങ്ങൾ ആ മനസ്സിൽ ഉണ്ടാവും. അത് മുഴുവൻ തനിക്ക് ചോർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ജിപ്സി പാർക്ക് ചെയ്ത ശേഷം ജയശങ്കർ നേരെ രഘുനന്ദനന്റെ അരികിലേക്കാണ് ചെന്നത്.
അയാൾ അളിയനെ സ്വീകരിച്ചിരുത്തി. എന്തൊക്കെ ചോദിച്ചിട്ടും ആ മനുഷ്യൻ ഉത്തരം പറയുന്നില്ലടാ. ഐ സി. ഒരു പക്ഷേ ഡോക്ടർമാർ ചോദിച്ചിട്ടായിരിക്കും അത്. പോലീസുകാർ ചോദിക്കുമ്പം അറിയാതെ പറഞ്ഞു പോകും. ആ, എന്നാൽ നീ വാ. രഘുനന്ദനന്റെ പിന്നാലെ SP ജയശങ്കർ നടന്നു. സുരക്ഷിതമായ ഒരു മുറിക്കുള്ളിലായിരുന്നു അയാളെ പാർപ്പിച്ചിരുന്നത്. 2 കോൺസ്റ്റബിൾസ് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു താനും. നഴ്സുമാർ ഡ്യൂട്ടി കൈമാറുന്ന സമയമായിരുന്നു അത്. വേഷം മാറിയാലും ഒറ്റ നോട്ടത്തിൽ നഴ്സുമാരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ജയശങ്കർക്ക് തോന്നി. SP-യും ഡോക്ടറും കൂടി ചെന്നപ്പോൾ കോൺസ്റ്റബിൾസ് വാതിൽ തുറന്നു കൊടുത്തിട്ട് ജാഗ്രതയോടെ നിന്നു. ഇരുവരും അകത്ത് കയറി. ഒരു വശം ചരിഞ്ഞു കിടക്കുകയായിരുന്നു ആ മനുഷ്യൻ. അല്പസെക്കൻഡുകൾ അയാളെ തന്നെ നോക്കി നിന്ന ശേഷം SP ജയശങ്കർ കെയിൻ കൊണ്ട് പതിയെ തട്ടി വിളിച്ചു. ഡേയ്. അയാൾ അനങ്ങിയില്ല. ജയശങ്കർ തിരിഞ്ഞ് രഘുനന്ദനെ നോക്കി. ഇയാൾക്ക് സെഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ? നോ നോ. ജയശങ്കർ അല്പം കൂടി ശക്തിയിൽ അയാളെ തട്ടി പിടിച്ചു. ഡോ. അപ്പോഴും അയാൾ അനങ്ങിയില്ല. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോഴേക്കും രഘുനന്ദനൻ മുന്നോട്ട് നീങ്ങി അയാളെ നേരെ കിടത്തി. മൈ ഗോഡ്. അറിയാതെ ഒരു ശബ്ദം ഇരുവരുടെയും കണ്ടത്തിൽ നിന്നുയർന്നു. ആ മനുഷ്യന്റെ വായിൽ നിന്നും രക്തം അല്പാൽപമായി അപ്പോഴും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. രഘുനന്ദനൻ ഞെട്ടലിൽ ജയശങ്കറെ നോക്കി. ജയശങ്കർ, എന്തോ നടന്നിട്ടുണ്ട്. ബുദ്ധിമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കി. അയാൾ പുറത്തേക്ക് പാഞ്ഞു. വാതിൽക്കൽ നിന്നിരുന്ന പോലീസുകാരോട് തിരക്കി. അവസാനമായി ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതാരാണ്? പോലീസുകാർക്ക് ഓർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാർ വരുന്നതിന് തൊട്ടു മുമ്പാണ് ആ നഴ്സ് വന്നത്. നഴ്സ് സാധാരണ ഇവിടെ വരാറുള്ള ആളാണോ അതോ പുതിയതോ? ഇവിടെയുള്ള ആളാണ്. അപ്പോഴേക്കും ഡോക്ടർ രഘുനന്ദനും അങ്ങോട്ട് വന്നു. നഴ്സിന്റെ രൂപം പോലീസുകാരിൽ നിന്നും കേട്ടപ്പോൾ തന്നെ അയാൾക്ക് ആളിനെ വ്യക്തമായി. റോസമ്മ. ജയശങ്കർ, കമോൺ. രഘുനന്ദനൻ മുന്നോട്ടോടി. ഒപ്പം ജയശങ്കറും. നഴ്സസ് ഡ്യൂട്ടി റൂമിന് മുന്നിൽ അവരെത്തി. പുറത്തേക്ക് വന്ന ഒരു നഴ്സ് ഡോക്ടറെയും പോലീസ് ഓഫീസറെയും കണ്ട് പരുങ്ങി. റോസമ്മയെ വിളിക്ക്, ഡോക്ടർ ആജ്ഞാപിച്ചു. അവൾ പോയല്ലോ ഡോക്ടർ. ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ. ഒരു വാച്ചർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഡോക്ടർ അയാളെ വിളിച്ചു. സിസ്റ്റർ റോസമ്മ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഉടൻ കണ്ടെത്തണം. ശരി ഡോക്ടർ. അയാൾ പോയി. ഞാനും അയാളുടെ കൂടെ പോകുകയാ എന്ന് പറഞ്ഞിട്ട് ജയശങ്കറും പിന്നാലെ പോയി. നഴ്സ് റോസമ്മ അപ്പോൾ മെഡിക്കൽ കോളേജിന് പുറത്ത് വന്നു കഴിഞ്ഞിരുന്നു. കാണാൻ തരക്കേടില്ലാത്ത യുവതിയായിരുന്നു റോസമ്മ. 30-ന് താഴെയാണ് പ്രായം. അധികം ഉയരമില്ലാത്ത ശരീരം. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനെന്ന വണ്ണം അവൾ ഇടയ്ക്കിടെ ചുറ്റും നോക്കുന്നുണ്ട്. പൊടുന്നനെ ഒരു ഓട്ടോ അവൾക്കരികിൽ ബ്രേക്കിട്ടു. റോസമ്മ സിസ്റ്റർ അല്ലേ? ഡ്രൈവർ തിരക്കി. അതെ. കയറിക്കോ. അവര് പറഞ്ഞു വിട്ടതാ. അവൾ കയറി. റോസമ്മേ. പൊടുന്നനെ ആരോ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഹോസ്പിറ്റലിലെ വാച്ചർ. ഒരു പോലീസ് ഓഫീസറും ഒപ്പമുണ്ട്. വേഗം വണ്ടി വിട്ടോ. അവളുടെ ശബ്ദം നിലവിളിക്കും പോലെയായിരുന്നു. സ്റ്റോപ്പ്. അലറിക്കൊണ്ട് ജയശങ്കർ റിവോൾവർ വലിച്ചെടുത്തു. അധ്യായം 11. SP ജയശങ്കർ ഓട്ടയ്ക്ക് നേരെ റിവോൾവർ ചൂണ്ടിയെങ്കിലും അപ്പോഴേക്കും അത് എതിരെ വന്ന വാഹനങ്ങൾക്കിടയിലൂടെ അതിവിദഗ്ധമായി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. ഷിറ്റ്. ജയശങ്കർ അണപ്പല്ല് ഞെരിച്ചു. അയാൾ ഓട്ടോയുടെ നമ്പർ നോട്ട് ചെയ്തു. ജയശങ്കർ തിരിച്ച് തന്റെ ജിപ്സിയിലെത്തി. കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് നൽകി. പിന്നെ വണ്ടി മുന്നോട്ടെടുത്തു. SP ജയശങ്കറുടെ ജിപ്സി കണ്ണൻ മൂലയോട് അടുക്കാറാകുകയായിരുന്നു. പെട്ടെന്ന് മുന്നിൽ റോഡ് ബ്ലോക്കായിരിക്കുന്നത് കണ്ടു. ആളുകൾ ഓടിക്കൂടുന്നു. ഏതാനും നിമിഷം മുമ്പ് അവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. ജയശങ്കർ ജീപ്പിൽ നിന്നിറങ്ങി അങ്ങോട്ട് ഓടി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ചിതറിക്കിടക്കുന്ന ഒരു ഓട്ടോ, അതിന്റെ ഒപ്പം കത്തിക്കരിഞ്ഞ മാംസ കഷ്ണങ്ങൾ. SP ജയശങ്കർക്ക് കാര്യം വ്യക്തമായി. റോസമ്മ ഈസ് നോ മോർ. അങ്ങനെ ഈ തെളിവും ശത്രുക്കൾ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു SIയും കുറെ പോലീസുകാരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ വെറുതെ സമയം മിനക്കെടുത്തേണ്ടെന്ന് കരുതി ജയശങ്കർ പിൻവാങ്ങി. രാത്രി. ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിന്റെ ഔദ്യോഗിക വസതിയായ സ്മാർട്ട് ഹൗസും പരിസരവും പകൽ പോലെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. സ്പോട്ട് ലൈറ്റുകൾ എവിടെയും കണ്ണുകൾ തുറന്നിരിക്കുന്നു. ഒരു റോക്കറ്റ് ലോഞ്ചറുടെ റേഞ്ചിന്റെ എത്ര അകലത്തിൽ വരെ വെളിച്ചം എത്തുന്നുണ്ട്. അതിനാൽ സംശയകരമായി ആരെങ്കിലും അകലെ എത്തുമ്പോഴേ കാണാമായിരുന്നു. മാത്രമല്ല കണ്ണും കാതും തുറന്നു വെച്ച് കാത്തു നിൽക്കുകയാണ് പോലീസുകാർ. അവരുടെ പ്രസ്റ്റീജിന്റെ കൂടി പ്രശ്നമാണല്ലോ. DGP രാഘവ വാര്യർ അവിടെ വന്നു പോയിട്ട് ഏതാനും മിനിറ്റുകളെ ആയുള്ളൂ. സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനും SP ജയശങ്കറും അവിടെ തന്നെയുണ്ട്. ഏതായാലും ഒരു സ്ട്രെയിറ്റ് അറ്റാക്കിന് അവർ മുതിരില്ല. ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവർ എങ്ങനെയുള്ള മാർഗമാവും അവലംബിക്കുക? കമ്മീഷണർ അനന്തൻ
ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് SP ജയശങ്കറെ നോക്കി. എനിക്ക് തോന്നുന്നത് ഇത് വെറുമൊരു ഭീഷണി മാത്രമാണെന്നാണ്. നേരത്തെ സമയം പറഞ്ഞ് മിനിസ്റ്ററെ വധിക്കാൻ മാത്രമുള്ള സെറ്റപ്പുകളൊന്നും ഏതായാലും ഇപ്പോൾ അവർക്കില്ല. ആദിത്യൻ ജയശങ്കറെ തറച്ചു നോക്കി. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അത്ര തന്നെ. ജയശങ്കർ ചിരിച്ചു. ഇരുവരും മന്ത്രിയുടെ ഉദ്യാനത്തിലെ ചൂരൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. ജയശങ്കർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ആദിത്യന് തോന്നി. പക്ഷേ ഇങ്ങനെയൊരു ഭീഷണി മുന്നിലുള്ളപ്പോൾ തീരെ അങ്ങോട്ട് അവഗണിക്കാനും വയ്യ. ജയശങ്കർ 12ഓടെ വീട്ടിലേക്ക് പോയിരുന്നു. രാവിലെ അമ്മ കാപ്പിയുമായി വന്ന് വിളിച്ചപ്പോഴാണ് അയാൾ ഉണർന്നത്. ജയശങ്കർക്ക് അച്ഛനില്ല. അദ്ദേഹം മിലിറ്ററി സർവീസിലായിരുന്നു. ലാൻസ് നായിക്. കാശ്മീരിൽ വെച്ച് ഒരു തീവ്രവാദി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അമ്മയെ കൂടാതെ അയാൾക്ക് ആകെയുള്ള രക്തബന്ധം സഹോദരി നിർമ്മല മാത്രമാണ്. ഡിഗ്രിക്ക് പഠിക്കുകയാണവൾ. മകൻ കാപ്പി കുടിക്കുന്നത് നോക്കി ഇത്തിരി നേരം നിന്നിട്ട് ഭാനുമതി അമ്മ തിരക്കി. നിനക്കിപ്പോൾ ജോലി തിരക്ക് അല്പം കുറവാണെന്ന് ഞാൻ കരുതത്തേടാ. അയ്യോ അമ്മ, ഇതെന്താ ഈ പറയുന്നത്? അങ്കിളിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്ന റെഡ് വുൾഫിന് പിന്നാലെയല്ലേ ഞാനിപ്പോൾ. ആ കേസ് കൂടി ഒന്ന് തീർന്നു കിട്ടിയാൽ തിരക്ക് ഇത്തിരി കുറഞ്ഞെന്ന് വരും. അപ്പോൾ മറ്റൊരു കേസ് കൂടി ഉണ്ടായിക്കൂടണമെന്നില്ലല്ലോ. എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. അത് കള്ളം. വെറുതെ സസ്പെൻസ് വെച്ചോണ്ടിരിക്കാതെ കാര്യമൊന്ന് തുറന്നു പറ ഭാനുമതി അമ്മേ. അപ്പോഴിനി മേലിൽ എന്റെ തിരക്കൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത്. ഭാനുമതി അമ്മയ്ക്ക് അമ്മായിയമ്മ പോര് നടത്താൻ കഴിയാത്തത് കൊണ്ട് മുതുകു ചൊറിയാൻ തുടങ്ങിക്കാണും. പോടാ അവിടുന്ന്. അമ്മ കൈ ഓങ്ങി. നീ തല്ല് മേടിക്കും. ആട്ടെ, നമുക്ക് കാര്യം പരിഗണിക്കാം. ഏതായാലും ഈ ഭീകരന്മാരെ കൂടി ഒന്ന് വരുതിയിൽ കൊണ്ട് വന്നോട്ടെ. അതിനു മുൻപ് ഞാൻ കെട്ടിയാൽ അവന്മാര് എന്റെ തലമുടി വീശിക്കളഞ്ഞാലോ? വെറുതെ ഒരു പെണ്ണിന് വിധവാ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതെന്തിനാ? ജയ, അമ്മയുടെ ഭാവം മാറി. അധിക പ്രസംഗം വേണ്ട. കളി പറയാൻ പറ്റിയ ഒരു കാര്യമേ. പിന്നെ ജയശങ്കർ ഒന്നും പറഞ്ഞില്ല. കാപ്പി കുടിച്ചിട്ട് കപ്പ് നീട്ടി. ഭാനുമതി അമ്മയുടെ മുഖത്ത് അപ്പോഴും തികഞ്ഞ ഗൗരവമായിരുന്നു. ഇങ്ങനങ്ങ് കനപ്പിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഭാനുമതി അമ്മേ. ഒന്ന് ചിരിച്ചുകൂടെ? അവർ അപ്പോഴും ചിരിച്ചില്ല. മകനെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം പോയി. ജയശങ്കർ ആദ്യം തന്നെ ഫോണിലൂടെ ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിന്റെ വീട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുമായി സംസാരിച്ചു. അവിടെ സംശയിക്കത്തക്ക രീതിയിൽ യാതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മറുപടി കിട്ടി. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടാണ് അയാൾ പോന്നത്. കുളിയും മറ്റും കഴിഞ്ഞ് യൂണിഫോം അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. നിർമ്മല കോഡ്ലെസ് ഫോൺ കൊണ്ടുവന്ന് അയാൾക്ക് നീട്ടി. തമ്പുരാൻ അവിടെ തന്നെ പള്ളി ഉറക്കത്തിലായിരുന്നോ? ഈ പാവപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ കാറ്റുപോയോ എന്നെങ്കിലും ഒന്ന് തിരക്കാമായിരുന്നു. ഒരു സ്ത്രീ ശബ്ദം. ജയശങ്കർക്ക് പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലായി. പൂജയാണ്. അയാൾ തിരിഞ്ഞു നോക്കി. നിർമ്മല ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോടി അവിടുന്ന്. ഫോണിൽ ഒരു ഞെട്ടൽ. അത് ഇവിടെ പറഞ്ഞതാ. ഒരു കാന്താരി ഇവിടെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെയോ? പൂജ ചിരിച്ചു. നിർമ്മല അപ്പോഴേക്കും മുഖം വക്രിച്ച് കാണിച്ചിട്ട് തിരിഞ്ഞു നടന്നു. സൊള്ളിക്കോ. പക്ഷെ ഒരു പോലീസ് ഓഫീസറാണെന്ന വിചാരമെങ്കിലും വേണം. നീ ഇന്ന് മേടിക്കും. അതും അവിടെ പറഞ്ഞതാണോ? പൂജ ചോദിച്ചു. അതെ. അല്ല, അങ്ങോട്ട് പറഞ്ഞിരുന്നതെങ്കിലോ? എന്നാൽ വിവരമറിഞ്ഞേനെ. ഓ, പിന്നെ ഒരു ഉണക്ക പത്രക്കാരി. പത്രക്കാരിയുടെ കഴിവ് കാണണോ? വേണ്ട. ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ ഫോണിലൂടെ കാണാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മൾ രണ്ടാളും മാത്രമിരിക്കുമ്പോൾ കാണിച്ചാൽ മതി. ചി വഷളൻ. അയാൾ ചിരിച്ചു. പിന്നെ തിരക്കി. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ രാവിലെ അതുവഴി വരുന്നുണ്ട്. അങ്കിളുമായി ചിലത് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ വിളിച്ചതും ജയേട്ടനോട് ഒരു കാര്യം പറയാനാ. പറഞ്ഞോ. ഫോണിലൂടെ പറ്റില്ല. പിന്നെ ഇവിടെ വെച്ചും വേണ്ട. ഞാൻ മ്യൂസിയത്തിനരികിൽ ഇരിക്കാം. ഓക്കെ. ഫോൺ വയ്ക്കുമ്പോൾ ചിന്താധീനനായിരുന്നു ജയശങ്കർ. പൂജയ്ക്ക് പറയാനുള്ളത് ഏതോ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലേക്ക് പോകും മുമ്പ് മ്യൂസിയത്തിനരികിലേക്ക് പോകാൻ തീരുമാനിച്ചു. ധൃതിയിൽ ഡൈനിങ് റൂമിലെത്തി. അമ്മയും മക്കളും ഒന്നിച്ചാണിരുന്നത്. ജയശങ്കർ ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ നിർമ്മല കളിയാക്കി. ആരൊക്കെയോ രാവിലെ ഫോൺ ചെയ്ത ലക്ഷണമുണ്ട് അമ്മേ. അതാ ഓരോരുത്തർക്ക് ഇത്ര ധൃതി. ഇനി ഓഫീസിലേക്കാണെന്ന് പറഞ്ഞു പോകുന്നത് എവിടേക്കാണെന്ന് ആരറിഞ്ഞു? ഒരു പക്ഷേ നാളത്തെ പത്രത്തിൽ വല്ല ന്യൂസും കണ്ടേക്കും. ജയശങ്കർ അവളെ തുറിച്ചൊന്നു നോക്കി. അതോടെ അവൾ പമ്മി. സുന്ദരിയാണ് നിർമ്മല. ആകൃതിയൊത്ത പെണ്ണ്. അവളുടെ ശരീരത്ത് ഒന്ന് നോക്കുന്നവർ വീണ്ടും നോക്കിപ്പോകും. കോളേജിൽ യുവാക്കൾക്കിടയിൽ ഡയാന എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ഏട്ടൻ SP ആണ് എന്നതിൻ്റെ ഒരു ഗമ കൂടിയുണ്ട് അവൾക്ക്.
കാപ്പി കുടി കഴിഞ്ഞ് ജയശങ്കർ എണീറ്റു. വിസിറ്റിംഗ് റൂമിലെ ടീപ്പോയിൽ വെച്ചിരുന്ന തൊപ്പിയെടുത്തു. പുറത്തേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു. ആ നിമിഷമാണ് ഫോൺ ശബ്ദിച്ചത്. അയാൾ അറ്റൻഡ് ചെയ്തു. യെസ്. ജയേട്ടൻ പുറപ്പെട്ടില്ലേ? പൂജയുടെ ശബ്ദം. ദാ ഇറങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് ഞാൻ കാത്തുനിൽക്കും. ഫോൺ കട്ടായി. ധൃതിയിൽ റിസീവർ വെച്ച് SP ജയശങ്കർ പുറത്തേക്ക് പാഞ്ഞു. അധ്യായം 12. ജിപ്സിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പറന്നു വീഴുകയായിരുന്നു ജയശങ്കർ. കാരണം പൂജയുടെ ശബ്ദത്തിൽ അപകടത്തിന്റെ ഭാവം അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അത്ര വേഗത്തിൽ ഒരു വികാരത്തിനും അടിമപ്പെടാത്തവളാണ് പൂജ. ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ തീർച്ചയായും തക്ക കാരണം ഉണ്ടാവും. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ എതിരെ ഒരു കാർ വരുന്നു. ക്ഷണത്തിൽ വെട്ടിയൊഴിഞ്ഞു. എങ്കിലും ആക്സിലേറ്ററിൽ നിന്നും കാൽ പിൻവലിച്ചതേയില്ല. സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് റോഡിന്റെ മാറിടം ഞെരിച്ചമർത്തി ജിപ്സി പാഞ്ഞു. എന്നിട്ടും 10 മിനിറ്റോളം വേണ്ടി വന്നു മ്യൂസിയം ജംഗ്ഷനിൽ എത്താൻ. ജിപ്സി പാർക്ക് ചെയ്തു. അവിടെ പൂജയുടെ കൈനറ്റിക് ഹോണ്ട ഇരിക്കുന്നത് കണ്ടു. അയാൾ ജീപ്പിൽ നിന്നിറങ്ങി ധൃതിയിൽ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നു. അക്ഷമയായി ഒരു സിമന്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു പൂജ. ജയശങ്കറെ കണ്ടതും അവൾ ചാടി എണീറ്റു. എന്താ പൂജെ? അവളുടെ മുഖത്ത് ഭീതിയുടെ നിഴൽ അയാൾ ദർശിച്ചു. പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അവൾക്കായില്ല. അയാൾ സിമന്റ് ബെഞ്ചിൽ ഇരുന്നു. പൂജ ഇരിക്കെ. എന്നിട്ട് എന്താണെങ്കിലും തുറന്നു പറയ്, നമുക്ക് പരിഹാരമുണ്ടാക്കാമല്ലോ. അവൾ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കാകെ ഭയമാകുന്നു ജയേട്ടാ. അയാൾ അവൾ കാട്ടുന്നത്ര ഉദ്യോഗമൊന്നും ഭാവിക്കാതെ ഒരു സിഗരറ്റ് കത്തിച്ചു. വിശദമായി പറയ്, പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. തങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവൾ പറഞ്ഞു തുടങ്ങി. ഏതാണ്ട് 12 മണിയായി കാണും. എനിക്കൊരു മാറ്റർ തയ്യാറാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ വൈകി. വെറുതെ ഒരു കുസൃതിക്ക് തോന്നിയതാണ്. അപ്പോൾ നിങ്ങളുടെ പോലീസുകാർക്ക് ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞ് രാത്രിയിൽ എന്ത് ചെയ്യുകയാണെന്നറിയണമല്ലോ. മുറിയിലെ ലൈറ്റ് അണച്ചിട്ട് ഞാൻ കിഴക്ക് ഭാഗത്തെ ജനാല തുറന്നിട്ട് നോക്കി. പുറത്ത് ആവശ്യത്തിലധികം ലൈറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ എല്ലാം വ്യക്തമായിരുന്നു. 2 പോലീസുകാർ ഗേറ്റിനരികിലൂടെയും മറ്റു ചിലർ പൂന്തോട്ടത്തിലൂടെയും നടക്കുന്നത് കണ്ടു. കുറച്ചുനേരം ഞാൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ പോലീസുകാർ ഗേറ്റിൽ നിന്നും നടന്നു പോരുന്നതും SI അവിടേക്ക് പോകുന്നതും കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വന്ന് ഗേറ്റിനരികിൽ നിന്നു. അതിൽ ഇരുന്ന മനുഷ്യൻ SIയോട് എന്തോ സംസാരിച്ചു. ഒരു പൊതി പോലെ എന്തോ കൊടുത്തിട്ട് ധൃതിയിൽ പോകുകയും ചെയ്തു. ജയശങ്കർ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. അന്നേരം ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ജയേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ ആ വഴി വന്നു. കൃത്യമായും SI അപ്പോൾ ഗേറ്റിന് പുറത്ത് റോഡിലുണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തോ സംസാരിച്ചിട്ട് തിരിഞ്ഞപ്പോൾ ടെറസിൽ നിൽക്കുന്ന എന്നെ കണ്ടു. ഇരുവരും പെട്ടെന്ന് അകന്നു മാറി. ഒന്നും അറിയാത്തതുപോലെ. SI ശേഖരനല്ലേ? അതെ. ഓക്കെ, എന്തു വേണമെന്ന് ഞാൻ നോക്കിക്കൊള്ളാം. അവർ എന്തോ ഗൂഢതന്ത്രങ്ങൾ മെനയുകയായിരുന്നു എന്നുറപ്പാ. ജയശങ്കർ തലകുലുക്കി. ബൈ ദ ബൈ, ആ മനുഷ്യനെ നേരത്തെ നീ കണ്ടിട്ടുണ്ടോ? അയാളുടെ മുഖം കാണാൻ കഴിയുമായിരുന്നില്ല. 2 തവണയും അയാൾ ഹെൽമറ്റ് വെച്ചിരുന്നു. എങ്കിൽ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഓഫീസിലേക്കാണോ വീട്ടിലേക്കാണോ? ഓഫീസിലേക്ക്. ശരി. അവളും അയാളും ഒന്നിച്ചാണ് റോഡിലെത്തിയത്. ചില കണ്ണുകൾ എല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ജയശങ്കർ നേരെ പോയത് മുകുന്ദൻ മേനോന്റെ അരികിലേക്കായിരുന്നു. അവിടെ എത്തുമ്പോൾ DIG നിരഞ്ജൻ കോഴിക്കോട്ട് നിന്നും എത്തിയിരുന്നു. അല്ല, അളിയൻ എപ്പോഴെത്തി? ജയശങ്കർ തിരക്കി. അരമണിക്കൂറായി. നീ ഇന്നലെ ചാർജ് എടുത്തു അല്ലേ? അയാൾ തലകുലുക്കി. നിരഞ്ജൻ അരികിൽ മുകുന്ദൻ മേനോനും അരുന്ധതിയും ഉണ്ടായിരുന്നു. ഞാൻ പറയുകയായിരുന്നു ജയ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എന്നെ ഒന്ന് അറിയിച്ചത് കൂടിയില്ല. ഞാനും ഇങ്ങെത്തിയപ്പോഴാണ് അറിയുന്നത്. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇത് അങ്കിളിന്റെ ദുർവാശയാണെന്നേ എനിക്ക് പറയാനാവൂ. അനന്തിരവൻ ഏതായാലും നിന്ന് കാല് കുഴയ്ക്കണ്ട, ഇരുന്ന് സംസാരിച്ചാട്ടെ. മേനോൻ ചിരിച്ചു. അങ്കിളിന് ഇപ്പോഴും തമാശയാ. ജയശങ്കർ ഇരുന്നു. അളിയൻ ലീവെടുത്ത് പോന്നതാണോ അതോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. അതുകൊണ്ട് 2 ദിവസത്തെ ലീവേ എടുത്തിട്ടുള്ളൂ. ഡാഡി പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കേൾക്കും. പക്ഷേ പറയുന്നില്ലെന്ന ഒരേ വാശിയിലാണ് ഡാഡി. ജയശങ്കർ മുകുന്ദൻ മേനോനെ നോക്കി. എന്താണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? വേണ്ടടോ, നിങ്ങളാരും വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. സർവീസിലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം മാനേജ് ചെയ്തേനെ. അദ്ദേഹം നിരഞ്ജനെ നോക്കി. നീ ആദ്യം കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്, പിന്നെ വല്ലതും കഴിക്ക്. മേനോൻ എണീറ്റ് പോയി.
ജയശങ്കർ പുറത്തു വന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളിനെ അടുത്ത് വിളിച്ചു. SI എവിടെ? സാർ, അല്പം മുമ്പ് ശേഖരൻ സാർ പോയി. എവിടേക്കാണെന്നോ മറ്റോ പറഞ്ഞു. ഇല്ല സാർ. ശരി, താൻ പൊയ്ക്കോ സാർ. കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്ത ശേഷം പോയി. ജയശങ്കർ അവിടെ നിന്നും നേരെ സ്മാർട്ട് ഹൗസിലേക്കാണ് പോയത്. യൂനുസ് കുഞ്ഞ് തന്റെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. അയാളും റെഡ് വുൾഫിനെ ഭയപ്പെടുന്നു എന്ന് ജയശങ്കർക്ക് വ്യക്തമായി. 11 മണിക്ക് ജയശങ്കർ തന്റെ ഓഫീസിലെത്തി. ഉടൻ തന്നെ SI ശേഖരൻ തന്റെ മുന്നിലെത്താനായി മെസ്സേജ് കൊടുക്കാൻ അയാൾ വയർലെസ് റൂമിലേക്ക് പാഞ്ഞു. ഉച്ചയാകുവോളം അയാളെ കണ്ടില്ല. ജയശങ്കർക്ക് സംശയമായി. അയാൾ CA സിദ്ദിഖിനെ വിളിച്ച് ശേഖരനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. സാധാരണ ശേഖരൻ പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം സിദ്ദിഖ് അന്വേഷിച്ചു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല. ഈ സമയത്ത് കോവളത്തെ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു SI ശേഖരൻ. ബാർ ഹോട്ടലിൽ ഒരു മുറിക്കുള്ളിലായിരുന്നു അയാൾ. തൊട്ടരികിൽ നീളമുള്ള ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു. ഒരു കുപ്പി സീസറിന്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം അകത്താക്കി കഴിഞ്ഞിരുന്നു ശേഖരൻ. അയാൾ സിവിൽ ഡ്രസ്സിലായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മനുഷ്യൻ 100ന്റെ ഒരു കെട്ട് നോട്ടുകൂടി എടുത്ത് ശേഖരന്റെ മുന്നിൽ വെച്ചു. തൽക്കാലം ഇതുകൂടി ഇരിക്കട്ടെ, പിന്നീട് ഞാൻ ശരിക്കു കാണുന്നുണ്ട്. കാര്യം നടന്നു കഴിഞ്ഞിട്ട്. ഓക്കെ, അത് മതി. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും ഈ ശേഖരൻ ഒപ്പമുണ്ടാവും. എങ്കിൽ ഗുഡ് നൈറ്റ്. ആട്ടെ, സാറെങ്ങനെ പോകും? ടാക്സിയിൽ. അതാകുമ്പം ആരും ശ്രദ്ധിക്കത്തില്ല. ഓക്കെ. വേച്ചു പോകുന്ന കാലുകളോടെ ശേഖരൻ അവിടെ നിന്നിറങ്ങി. രൂപ കീശയിൽ തിരുകി. ഒരു ടാക്സിയിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. എന്നാൽ കോവളത്ത് വെച്ച് തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അയാളെ തിരിച്ചറിഞ്ഞു. സാർ, രാവിലെ മുതൽ SP ജയശങ്കർ സാറിനെ തേടുകയാണ്. പലതവണ മെസ്സേജ് ഉണ്ടായിരുന്നു. ഏത് ജയശങ്കർ? അവനൊക്കെ വിളിക്കുമ്പോൾ ചെല്ലാനിരിക്കുവാണോ ഞാൻ? പോകാൻ പറയടാ. പിന്നെ ഡ്രൈവറെ നോക്കി. നീ വണ്ടി വിടടാ. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. പക്ഷേ വാർത്ത അപ്പോൾ തന്നെ ജയശങ്കറുടെ കാതുകളിലെത്തി. ഒരു നിമിഷം ചിന്തിച്ചിരുന്ന ശേഷം ജയശങ്കർ ചാടി എണീറ്റു. ജിപ്സിക്ക് നേരെ കുതിച്ചു. SI സഞ്ചരിച്ചിരുന്ന കാർ ബൈപ്പാസിനരികിൽ വെച്ച് SP തടഞ്ഞു. കാർ നിന്നപ്പോൾ അർദ്ധമയക്കത്തിലായിരുന്ന ശേഖരൻ ഞെട്ടി ഉണർന്നു. എന്തിനാടാ കോപ്പെ കാർ നിർത്തിയത്? വിടടോ. അപ്പോഴേക്കും താൻ ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടത് അയാൾ അറിഞ്ഞു. കണ്ണുകൾ ബന്ധപ്പെട്ട് ചിമ്മിത്തുറന്നു. തൊട്ടരികിൽ ജയശങ്കറുടെ മുഖം കണ്ടിട്ടും വലിയ കാര്യമാക്കിയില്ല. ഓ സാറോ, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറയാം, താനിങ്ങോട്ട് ഇറങ്ങ്. ഇന്നിനി നേരമില്ല, നാളെയാവട്ടെ. അത് പറ്റില്ലല്ലോ ശേഖര. എന്ന് പറഞ്ഞാൽ എങ്ങനാ? ദേ ഇങ്ങനെ എന്ന് പറഞ്ഞതും ജയശങ്കർ ശേഖരനെ വലിച്ച് പുറത്തിറക്കിയതും ഒന്നിച്ചായിരുന്നു. പിന്നെ ജിപ്സിയിലേക്ക് തള്ളിക്കയറ്റി. കാറുകാരൻ നോക്കിയിരിക്കെ ജയശങ്കർ ജിപ്സി പറത്തിവിട്ടു. ബാക്കി ഭാഗം നാളെ.